ഹായ്, ഞാനിന്ന് കാണിക്കുന്നത് എൻ്റെ മെഹന്തി ദിവസം, ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത എൻ്റെ മെഹന്തി ദിവസത്തിലെ കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ ഒട്ടും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു എൻ്റെ മെഹന്തി. ശരിക്കും പറഞ്ഞാൽ ഇത് മെഹന്തിക്ക് വേണ്ടി എടുത്ത കോസ്റ്റ്യൂമൊന്നും അല്ല. ഇത് ജസ്റ്റ് 600 രൂപയ്ക്ക് ഞാൻ തന്നെ ഇതിൻ്റെ ഫുൾ A to Z കാര്യം ഫിനിഷ് ചെയ്ത് എൻ്റെ കൈ കൊണ്ട് തയ്ച്ച് ആണ് ഞാൻ ഈ ഡ്രസ്സ് എൻ്റെ സ്വന്തം തയ്ച്ചാണ് ഞാൻ ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടേക്കുന്നത്. അതിൻ്റെ ഷോളിലെ വർക്കാണെങ്കിലും ബോർഡർ ആണെങ്കിലും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. പിന്നെ എന്നെ ഒരുക്കിയത് എൻ്റെ ഉമ്മയുടെ ഉമ്മായും നാത്തൂനും അതേപോലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആര്യയും ചേർന്നിട്ടാണ് എന്നെ ഒരുക്കിയത്. ശരിക്കും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ഇത്ര കളറായിട്ട് എൻ്റെ മെഹന്തി എല്ലാവരും കൂടെ ചേർന്ന് അടിപൊളിയാക്കുന്നു. കാരണം മെഹന്തി ഇല്ലായിരുന്നു. കാരണം എന്നെ കല്യാണം കഴിക്കുന്ന ചെറുക്കൻ്റെ ഭാഗത്തോട്ടൊന്നും മെഹന്തി ഇല്ല. അവർ പറഞ്ഞു കാരണം സാരി ഉടുപ്പ് അങ്ങനെയുള്ള ചടങ്ങുകളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അതിന് വേണ്ടി ഒരു പരിപാടിയോ കാര്യമൊന്നും വെച്ചിട്ടില്ല. കല്യാണ ദിവസത്തിൻ്റെ തലേന്നായതുകൊണ്ട് തന്നെ അയൽവക്കക്കാരും കസിൻസും എല്ലാവരും കയറി വന്ന് ഇതേമാതിരി കല്യാണത്തിന് വരാൻ പറ്റാത്തവരൊക്കെ തലേന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം തയ്ച്ച ഡ്രസ്സിൽ എന്നെ കണ്ടിട്ട് എല്ലാവരും വീട്ടിലൊക്കെ കൂടി ഏകദേശം വന്ന് ഒരു 200-300 പേരടുപ്പിച്ച് അന്ന് എൻ്റെ വൈകുന്നേരം വീട്ടിൽ വന്നുപോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നന്ദി പറയണം എൻ്റെ അയൽവക്കക്കാരോടും എൻ്റെ മാമിമാർ ബന്ധുമിത്രാദികൾ എല്ലാവരോടും, പ്രത്യേകിച്ച് എൻ്റെ അമ്മായോടും എല്ലാ കാര്യവും എന്നെയായിട്ട് സപ്പോർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞ രീതിയിൽ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അവർക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലായിരുന്നു. എങ്കിൽ പോലും തുണി വന്നലാക്കരുതെന്ന് പറഞ്ഞായിരുന്നു. എങ്കിലും ഞാനത് എൻ്റേതായി പറ്റുന്ന രീതിയിൽ ഞാൻ ആ വർക്കൊക്കെ ചെയ്ത് പിന്നെ ബാക്കിയുള്ള സമയം എൻ്റെ കുഞ്ഞുമോളോട് കൂടിയിട്ട് ഉള്ള നേരമായിരുന്നു. അവൾ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നല്ല ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നവളായിരുന്നു. പക്ഷെ എൻ്റെ കല്യാണത്തിന് വന്ന് എന്നെ ഇങ്ങനെ കണ്ടിട്ടാന്ന് തോന്നുന്നു അവൾക്ക് ഭയങ്കര പേടി. കയ്യിലൊന്നും ഇരിക്കത്തേ ഇല്ല. എൻ്റെ കസിൻസും അതുപോലെ തന്നെ നമ്മുടെ അയൽവക്കക്കാരാണ് ഈ ഇരിക്കുന്നവരെല്ലാവരും. ഇവരൊക്കെ കല്യാണം കഴിഞ്ഞവർ കുറവാണ്, എല്ലാവരും കല്യാണം കഴിക്കാത്തവരാണ് എന്നും പറഞ്ഞ് ആരിൽ നിന്നും കല്യാണാലോചനയൊന്നും ഞങ്ങൾ ക്ഷണിക്കുന്നില്ല. ഞങ്ങളുടെ അയൽവക്കത്തെ സുന്ദരിമണിയന്മാരുമാണ് ഇത്. പിന്നെ എൻ്റെ കുഞ്ഞാവെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിലിരിക്കത്തില്ല. ഇതിന് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ മൂക്കിലുള്ള അതൊക്കെ കടിച്ച് വലിച്ചൂരി എടുത്ത അവസാനം ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ചെവിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. പിന്നെ അത്യാവശ്യം കുറേ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് അതെൻ്റെ ആങ്ങളയുടെ ക്യാമറയിൽ പുള്ളി തന്നെ എടുത്തതാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.